അയ്യേ കണ്ടാക്ക് രാവിലെ ഒരു ക്യാമറ കാണിച്ചറിയാന്ന് പറഞ്ഞിട്ട് ഈ മുതുക്കിന്റെ കൂത്താട്ടം കാണാനാണ് നിങ്ങൾ വിളിച്ചോണ്ട് വന്നത്. പിന്നെ 2 പൊറോട്ടയ്ക്കും ചാറിന് ഇരിക്കുന്ന ഡിസ്കോ ഡാൻസർ. എടാ അത് ഉള്ളത് കുളിക്കാൻ കാണുന്ന അവിടെ എനിക്കറിയാം. അണ്ണ എന്തു അണ്ണ ഇത്? എടാ ഡിസ്കോ എന്ന് ഞാനാ പറഞ്ഞു. ഞാനോർത്ത ഇവൻ ഈ കിളിമീന്റെ കോസ്റ്റ്യൂം ഇട്ട് ഇവിടെ വന്നിരിക്കുന്നു. നിന്നോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ട്രാക്കിയെന്ന് വിളിക്കില്ലെന്ന്. അത് പിന്നെ കണ്ട്രാക്കെ പണ്ട് കാലം തൊട്ട് ഈ കൊള്ളത്തലവന്മാരുടെ പേര് ബോസേ എന്ന് ഞാൻ വിളിക്കാൻ മടുത്ത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ കണ്ട്രാക്കിന്ന് വിളിച്ചത്. നിനക്ക് എത്ര വയസ്സുണ്ടാ? ഈ ചിങ്ങം വരുമ്പോ 40. ഈ 40 വർഷം നീ നിന്റെ അച്ഛനെ അച്ഛന്ന് തന്നെ അല്ലേ വിളിച്ചത്? ഒരു വെറൈറ്റിക്ക് വേണ്ടി നിനക്ക് കളിയാന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. ഓന്ത് വർക്കിയുടെ മോൻ വെറൈറ്റി ഉണ്ടാക്കണം. എന്റെ അച്ഛൻ ഓന്ത് വർക്ക് വിളിച്ചോണ്ടല്ലോ. എടാ 8 പൊട്ടും ചെയ്യാത്ത പിള്ളേർക്ക് ഡൈനോസറിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഓന്തിരെ പിടിച്ചു കൊടുത്ത നിന്റെ അച്ഛനെ ഞാൻ സാറേന്ന് വിളിക്കാടാ. ഇത്രയും നാളും നിങ്ങളെ ഞാൻ ബോസേന്നാണ് വിളിച്ചത്. ഇനി അങ്ങോട്ട് ബോസേട്ടാന്ന് വിളിക്കാം. നിന്റെ ഉയരെടുത്ത് മിസ്റ്റർ, ഇന്നലെ ഞാൻ നിന്നോട് മ്യൂസിയം കൊള്ളടിക്കാൻ പോയിട്ട് എന്തായി? ഞാൻ അവിടുന്ന് ഒന്നും എടുത്തില്ല ബോസ്. അതെന്താ നീ ഒന്നും എടുക്കാണ്ട് പോന്നെ? അവിടെയുള്ള ഓരോ സ്ഥലങ്ങൾക്കും 150 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. പുതിയ ഒരു സാധനം ഇല്ലായിരുന്നു ബോസ്. ആണ്ട്ര പുതിയ സാധനം ഇല്ലെന്ന് പറഞ്ഞ അവൻ ഒന്നും എടുത്തില്ല. മഹാഭാവി, നിനക്കതൊക്കെ പിറക്കി എടുക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ഏതെങ്കിലും ആക്രി കടക്കാരനെ കൊണ്ട് കൊടുക്കാമായിരുന്നു. ജാക്സൺ, യെസ്, ഞാൻ ഇതിനെ കൊണ്ടുവരാൻ പറഞ്ഞ നാഗമാണിക്കും അവിടെ. ജെനുവിൻ ക്വസ്റ്റ്യൻ. Okay. പോക്കറ്റിലുണ്ട്. വെരി ഗുഡ്, അതിന് തരൂ. എന്താ പിടിച്ചോ? നാഗമാണിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞത് രാജമാണിക്കുന്ന സീനിയോട് എനിക്കൊന്ന് കാണണ്ട. ഞാൻ അവനെ പണ്ടേ ഉപേക്ഷിച്ച് വിട്ടേക്കണം. ജഗ്ഗു, മിസ്റ്റർ ജഗ്ഗു, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നിന്റെ മുറിയിൽ നിന്നും പല രാത്രികളിലും പല അപശബ്ദങ്ങളും കരച്ചിലും ബഹളവും ഞാൻ കേൾക്കാറുണ്ട്. അയ്യോ, അപ്പൊ എന്റെ ഹെഡ്സെറ്റ് കംപ്ലൈന്റ്. മഴ തവളമല്ലേ, ഉച്ചയും ബഹളമൊക്കെ കേട്ടെന്നൊക്കെ ഇരിക്കും.